നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉന്നം തെറ്റാതെ കൃത്യമായി സാധാരണക്കാരെ ഒന്നും തന്നെ ബാധിക്കാത്ത രീതിയിലുള്ള അമേരിക്കയുടെ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരു 10 ദിവസത്തോളമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം വ്യാപിച്ചിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം അങ്ങോട്ടും പരസ്പരം ഇങ്ങോട്ടും ഒക്കെ തന്നെ ഇസ്രായേലും ഇറാനും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആദ്യം സംശയമുണ്ടായിരുന്നത് അമേരിക്ക ഇതിൽ നേരിട്ട് പങ്കാളിയാകുമോ എന്നുള്ളതാണ്. എല്ലാ വാഗ്ദാനങ്ങളും ഇസ്രായേൽ അമേരിക്ക നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ യുദ്ധത്തിൽ നേരിട്ട് അമേരിക്ക ഇറങ്ങുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ചില നയതന്ത്ര പ്രതിനിധികളെയൊക്കെ തന്നെ ഉൾപ്പെടുത്തി സിറ്റുവേഷൻ റൂമിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ മീറ്റിംഗിൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരുന്നത് കുറച്ച് ദിവസത്തേക്ക്, കൃത്യമായി പറഞ്ഞ 2 ആഴ്ചത്തേക്ക് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നാണ്. എന്നാൽ ഇന്ന് പുലർച്ചെ അതേ സിറ്റുവേഷൻ റൂമിൽ ഇരുന്നു കൊണ്ടാണ് അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ള അറ്റാക്ക് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് കണ്ട് വിലയിരുത്തിയത്. US വ്യോമസേന ഇറാനെ ആക്രമിച്ചത് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിലിരുന്ന് പ്രസിഡന്റ് ട്രംപ് തത്സമയം കാണുന്നതിന്റെ ദൃശ്യങ്ങൾ അധികൃതർ പുറത്തുവിട്ടു. ഉന്നത ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പമുണ്ടായിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ US പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൈനിക ഉദ്യോഗസ്ഥരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ഒത്തുകൂടുന്ന വൈറ്റ് ഹൗസിലെ മുറിയാണ് സിറ്റുവേഷൻ റൂം എന്നറിയപ്പെടുന്നത്. മുൻപ് ഒസാമ ബിൻ ലാദനെ വധിച്ച പാകിസ്ഥാനിലെ ഓപ്പറേഷൻ അന്നത്തെ പ്രസിഡന്റ് ബറാക് ഒബാമ നിരീക്ഷിച്ചതും ഈ മുറിയിൽ ഇരുന്നാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വാചകമുള്ള ചുവന്ന തൊപ്പി ധരിച്ച ട്രംപിനെയാണ് ചിത്രങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് എന്നിവരെയും ചിത്രങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ, വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് എന്നിവരും സന്നിധരായിരുന്നു. തന്റെ സമൂഹ മാധ്യമത്തിലൂടെയാണ് ആക്രമണ വിവരം ട്രംപ് പുറത്തുവിട്ടത്. 1979 ശേഷം ആദ്യമായാണ് ഇറാനിൽ US ആക്രമണം നടത്തുന്നത്. ആക്രമണം വിജയകരമാണെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇറാൻ ചർച്ചയിലേക്ക് വന്നില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് അമേരിക്കയും നൽകി കഴിഞ്ഞിരിക്കുന്നത്. ഇറാനിലെ ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ ആണവ നിലയങ്ങളിലാണ് US ആക്രമണം നടത്തിയത്. ഇതാണ് തത്സമയം ട്രംപ് വീക്ഷിച്ചിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് USഉം ആക്രമണത്തിൽ പങ്കാളിയാകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിന് പിന്നാലെ നെതന്യാഹു നടത്തിയ ആദ്യ പ്രതികരണമാണിത്. ശക്തിയിലൂടെ സമാധാനം കൈവരുമെന്നും ട്രംപും താനും പറയാറുണ്ട്. കഴിഞ്ഞ രാത്രി ട്രംപും അമേരിക്കയും വളരെയധികം ശക്തിയോടെ പ്രവർത്തിച്ചു. അമേരിക്കയുടെ അത്ഭുതകരവും നീതിയുക്തവുമായ ശക്തി ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കും. ട്രംപിനെ ഇക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ റൈസിംഗ് ലയനിലൂടെ ഇസ്രായേൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അമേരിക്കയുടെ നടപടി അതിനേക്കാൾ മുകളിലാണ്. ഭൂമിയിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തതാണ് അവർ ചെയ്തത്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെ, ലോകത്തിലെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളെ ഇല്ലാതാക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിച്ചതായും ചരിത്രം രേഖപ്പെടുത്തും. മിഡിൽ ഈസ്റ്റിനെ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവിയിലേക്ക് നയിക്കാനുള്ള ചരിത്രപരമായ തീരുമാനത്തിനാണ് ട്രംപ് നേതൃത്വം നൽകിയത്, നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുമെന്ന് താൻ വാഗ്ദാനം നിറവേറ്റിയെന്നും വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ന് നടത്തിയ ആക്രമണങ്ങൾ വിജയിച്ചുവെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇനി മുതൽ മേഖലയിൽ സമാധാനമുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഇസ്രായേൽ സൈന്യത്തെയും ട്രംപ് പ്രശംസിച്ചു. കനത്ത സുരക്ഷയുള്ള ഫോർഡോ സൈറ്റ്, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവയുൾപ്പെടെ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെയാണ് US സൈന്യം ആക്രമിച്ചത്. ഇതിനായി നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതിനെ US സൈന്യത്തെയും അദ്ദേഹം പ്രശംസിച്ചു. മറ്റു പല രാജ്യങ്ങൾക്കും സാധ്യമാക്കാത്ത കാര്യം അമേരിക്കയ്ക്ക് കഴിഞ്ഞുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇനിയും ഇറാൻ ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ നിരവധി കേന്ദ്രങ്ങൾ ഇനിയും ആക്രമിക്കാനുണ്ടെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തേത് ഒറ്റത്തവണത്തേക്കുള്ള ആക്രമണമാണ് നടത്തിയത്. ദൈവം മിഡിൽ ഈസ്റ്റിനെയും US-നെയും അനുഗ്രഹിക്കുമെന്നും 2 മിനിറ്റോളം നീണ്ടുനിന്ന പ്രസംഗത്തിലൂടെ ട്രംപ് പറഞ്ഞു. ഇറാൻ ആക്രമണത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രശംസിച്ചു. അമേരിക്കയുടെ അത്ഭുതകരവും നീതിയുക്തവുമായ ശക്തി ഉപയോഗിച്ച്
ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാനുള്ള ട്രംപിന്റെ ധീരമായ തീരുമാനം ചരിത്രത്തെ മാറ്റിമറിക്കും. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ അത്ഭുതകരമായ ഒരു കാര്യം ഇസ്രായേൽ ചെയ്തു. ലോകത്തെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് ട്രംപും ചെയ്തു. ഇസ്രായേൽ ജനതയും ലോകവും ട്രംപിന് നന്ദി അറിയിക്കുന്നു എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെയും അപകടകരമായ ആയുധങ്ങളെയും ഇല്ലാതാക്കാൻ ട്രംപ് പ്രവർത്തിച്ചതായും പറഞ്ഞിട്ടുണ്ട്. യുഎസിന്റെ B-2 ബോംബർ വിമാനങ്ങൾ പസഫിക്കിലെ ഗുവാം ദ്വീപിലെ സൈനിക താവളത്തിൽ നിന്നും പറന്നുയർന്ന് തകർത്തത് 3 ആണവ കേന്ദ്രങ്ങളായിരുന്നു. ഇതെല്ലാം തന്നെ ഇറാന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഫോർഡോ തകർന്നു എന്ന ട്രംപിന്റെ വാക്കുകളിലെല്ലാം നിറഞ്ഞു. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയമാണ് ഫോർഡോ. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർഡോയെ ചാമ്പലാക്കി. ഇത് തിരിച്ചറിഞ്ഞ് ഇറാൻ ഈ മേഖലയിൽ നിന്ന് എല്ലാം മാറ്റിയെന്നും സൂചനകളുണ്ട്. നദാൻസ് ആണവ നിലയവും ആക്രമിച്ചു. ഫോർഡോ എന്ന ഗ്രാമത്തിൽ ഭൂഗർഭ ആണവ സംഭരണ കേന്ദ്രമാണ് ഇറാൻ ഒരുക്കിയത്. ഇറാന്റെ ക്രൗൺ ഓഫ് ജുവൽ എന്നാണ് ഫോർഡോയെ കരുതുന്നത്. ടെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ അകലെ ക്വാം എന്ന പ്രദേശത്തെ പർവ്വതനിരയിലാണ് ഫോർഡോ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. ഈ ഭൂഗർഭറയിൽ നടക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേലിലോ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ കൃത്യമായ വിവരമില്ല. അതുകൊണ്ടാണ് ഇതിനെ തകർത്തത്. പ്രിസിഷൻ ബോംബാക്രമണമാണ് ഫോർഡോയെ തകർത്തത്. ഇറാന്റെ മറ്റ് ലക്ഷ്യങ്ങളല്ല. ആണവ കേന്ദ്രങ്ങളാണ് യുഎസിന്റെ ഉന്നം. അവയെല്ലാം ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളുമാണ്. ഇതിൽ പ്രധാനമായിരുന്നു ഫോർഡോ. ഭൂമിക്കടിയിലെ സങ്കേതങ്ങൾ തുരന്നു ചെന്ന് തകർക്കാൻ കഴിയുന്ന ബോംബ് പ്രയോഗിച്ചുവെന്നാണ് വിലയിരുത്തൽ. ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളും ബോംബിട്ടതായി ട്രംപ് തന്നെയാണ് സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കിയത്. യുഎസിന്റെ B-2 ബോംബർ വിമാനങ്ങളും ബങ്കർ ബസ്റ്റർ ബോംബുകളുമാണ് ഫോർഡോ ഉൾപ്പെടെ തകർത്തതെന്നും വ്യക്തമാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെല്ലാം സർജിക്കൽ സ്ട്രൈക്കുകളായിരുന്നു. കൃത്യമായ സ്ഥലം നിർണയിച്ച് നടത്തുന്ന വ്യോമാക്രമണം. ലക്ഷ്യം തകർത്താൽ പിന്നെ അതിവേഗം തിരിച്ചെത്തും. പിന്നീട് പ്രകോപനത്തിനും പോകില്ല. ഇതേ രീതിയാണ് അമേരിക്കയും എടുത്തതെന്നാണ് വിലയിരുത്തൽ. ഇനി ഇറാൻ ആക്രമിച്ചില്ലെങ്കിൽ തുടരാക്രമണം ഇസ്രായേൽ നടത്തില്ല. ഇറാനെതിരെയുള്ള യുദ്ധമല്ല അമേരിക്കയും ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ആണവായുധങ്ങൾ ഇറാൻ ഉണ്ടാക്കിയാൽ ഉള്ള ഭീഷണി മനസ്സിലാക്കിയുള്ള പ്രതികരണം. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തകർക്കാനായിരുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനിലേക്കുള്ള സർജിക്കൽ സ്ട്രൈക്ക്. ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സർജിക്കൽ സ്ട്രൈക്കുകളിൽ ഇന്ത്യ തകർത്തത്. പഹൽഗാമിലെ തിരിച്ചടി വലുതായിരുന്നു. ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. ഇതോടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും തകർത്തു. ഇതുതന്നെ അമേരിക്കയുടെയും ഇറാനിലെ ആക്രമണ തന്ത്രം. ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമിച്ചത്. ഇതിന് പകരം ഇറാൻ തിരിച്ചടിച്ചാൽ കടുത്ത പ്രത്യാക്രമണം നടത്തുകയും ചെയ്യും. ആണവ കേന്ദ്രങ്ങളെ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ശത്രുവിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം എപ്പോഴും ഭൂമിക്കടിയിലായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. മിക്ക ചാര ഏജൻസികളും പുറമേക്ക് കാണുന്ന കെട്ടിടത്തിന് താഴെ പല നിലകൾ പണിത് അവിടെയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇതെല്ലാമായിരുന്നു ഇറാനും ചെയ്തത്. ഫോർഡോയിൽ അതിശക്തമായ ആണവ കേന്ദ്രമുണ്ടായിരുന്നു. ആണവ പരീക്ഷണങ്ങൾക്ക് അപ്പുറം സൂക്ഷിപ്പ് കേന്ദ്രം. മല തുരന്ന് ആഴങ്ങളിലേക്ക് അതിഭീമൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എവിടേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ട്. കോൺക്രീറ്റ് കരുത്തിലുണ്ടാക്കിയ ആണവ നിലയം തകരുകയും ചെയ്തു. ഇറാന്റെ കോൺക്രീറ്റ് ശക്തിയായിരുന്നു ഫോർഡോയിലെ ആണവ നിലയം എന്നതാണ് വസ്തുത.